വരൂ, നമുക്ക് യാത്ര പോവാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യാത്ര എൻ്റെ വീട്ടിലെ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നതാണ്. ഇവിടെ എത്തുമ്പോഴാണ് ഞാൻ ഞാനാവുന്നത്. ഞാൻ ഈയുള്ള കാലം എൻ്റെ പ്രൊഫൈലിൽ കൂട്ടിച്ചേർത്ത എല്ലാ ആഡംബരങ്ങളും ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇല്ലാതാവും. ഇവിടെ എത്തിയ ഞാൻ എല്ലാവർക്കും കണ്ണനാണ്. ഇവിടുത്തെ മണ്ണും മരങ്ങളും എന്നോട് സംസാരിക്കും. കൊഴിഞ്ഞു വീണ കരിയിലകൾക്ക് പോലും പറയാൻ പരിഭവങ്ങൾ കാണും. എൻ്റെ തറവാട്ടിലെ അപ്പൂപ്പൻ മരങ്ങൾ പല തലമുറകളുടെ ജീവിത സാക്ഷികളാണ്. അത്യുന്നതയിൽ നാടുഭരിച്ച നാടുവാഴികളുടെ നന്മയും തിന്മയും ഒരുപോലെ കണ്ടവർ. ഇവിടെ പറമ്പിൽ 100 വ്യത്യസ്ത മരങ്ങളുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ആ 100 മരങ്ങൾക്കും പറയാൻ വ്യത്യസ്ത കഥകൾ കാണുമെന്ന് എനിക്ക് തോന്നി. 1500-ൽ കൂടുതൽ പഴക്കമുള്ള ധ്യാനക്കളരിയിലെ കന്നിമൂലയിൽ മണിത്തൂണിൽ ഗണ്ഡൂരി ഭാവത്തിലുള്ള ഭഗവതിയാണ് ഞങ്ങളുടെ കാവലാൾ. ഇവിടെ നിന്നൊരു എനർജി എന്നെ സഹായിക്കുന്നുണ്ടെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഒരുപക്ഷെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിൽ ഉപദേവതകൾക്കും പടിഞ്ഞാറെ കാഞ്ഞിരമരത്തിലെ കുട്ടിച്ചാത്തനും നാഗക്കോട്ടയിലെ നാഗത്താന്മാർക്കും തറവാട്ടിലെ അകത്തളത്തിലെ പീഠത്തിൽ പൂജിച്ചു വരുന്ന കാരണവന്മാരായ കിടാക്കന്മാർക്കും പങ്കുണ്ടതിൽ തർക്കമില്ല. അഭിനയവും എഴുത്തും വായനയും എന്നിലേക്ക് എത്തിയതും ഈ മണ്ണിൽ നിന്ന് തന്നെ. എൻ്റെ കുട്ടിക്കാലത്ത് ഈ പറമ്പിൽ ഒരു വലിയ നാടക റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. വലിയ സ്റ്റേജും ലൈറ്റും എല്ലാമായി. ഒരു 24-കാരൻ എൻ്റെ ചേട്ടൻ തൻ്റെ നാടിൻ്റെ നമ്മുടെ ചേമഞ്ചേരിയുടെ കഥയെഴുതി നാടകം ചെയ്ത് സംസ്ഥാന നാടക മത്സരത്തിൽ 2-ാം സ്ഥാനവും ഒട്ടനവധി സമ്മാനവും വാങ്ങിക്കൂട്ടിയത് ഇവിടുന്ന് തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലത്തിൽ ഈ വലിയ പറമ്പിൻ്റെ അതിരുകൾ എനിക്ക് വേലിക്കെട്ടുകളായിരുന്നു. കളിക്കാൻ മറ്റു സ്ഥലങ്ങൾ വിടാറില്ല. എന്നാൽ കൂട്ടുകാരെ കളിക്കാൻ വിളിച്ചാൽ അവർ പറയും, അല്ലാ, ഞങ്ങളില്ലേ അങ്ങോട്ട്, അവിടെ അമ്പലങ്ങളും ദൈവങ്ങളും പ്രേതങ്ങളും ഉള്ളതാണ്. ശരിയാണ്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ദൈവങ്ങളുമായി കഥാപാത്രങ്ങൾക്കും കഥകൾക്കും യാതൊരു പഞ്ഞവുമില്ല ഇവിടെ. ഞാൻ നീന്തൽ പഠിച്ച അല്ലെങ്കിൽ ഒരുപാട് പേർ നീന്തി തിമിർത്താടിയ കുളം ആരും ശ്രദ്ധിക്കാനില്ലെന്ന പരാതിയിലാണ്. നീണ്ടു കിടക്കുന്ന ഈ വഴി ഞങ്ങൾ നട എന്നാണ് വിളിക്കാറ്. ആവിക്കര തുലാമ്പൊയിൽ തറവാട്ടിലേക്ക് നീണ്ടു കിടക്കുന്ന വഴി എനിക്ക് സൈക്കിൾ പഠിക്കാൻ കിട്ടിയ നാഷണൽ ഹൈവേ ആണ്. ഈ അമ്പലം പഴയ തറവാടിൻ്റെ ഭാഗമാണ്. യഥാർത്ഥ ആവിക്കര തുലാമ്പൊയിൽ ഇവിടെയായിരുന്നു 2 നടുമുറ്റമുള്ള 8 കെട്ട് തറവാട്. ഒരു 2000 വർഷത്തിൻ്റെ ചരിത്രം ഇവിടെ കണ്ണോടിച്ച കാണാം. എഴുതി വെച്ച ചരിത്രത്തിൽ വാസ്കോഡ ഗാമയുടെ കപ്പൽ കാപ്പാട് തീരത്താണ് എത്തിയതെങ്കിൽ ആദ്യം അറിഞ്ഞത് ഇവിടെയുള്ള കിടാക്കന്മാരായിരിക്കും. വാസ്കോഡ ഗാമയ്ക്ക് അനുവാദം നൽകിയ സാമൂതിരിയുടെ അറിയിപ്പ് നങ്കൂരമിട്ട കപ്പലിൽ എത്തിച്ചതും ഇവിടുന്ന് തന്നെയായിരിക്കും. ചരിത്രത്തിൻ്റെ ചിതലരിക്കാത്ത പുസ്തകത്താളുകളിലും പഴയ തലമുറയുടെ മാഞ്ഞു പോവാത്ത ഓർമ്മയിലും ഈ മണ്ണിൻ്റെ ചരിത്രം മായാതെ കിടക്കുന്നുണ്ടെന്ന സത്യം പലപ്പോഴും തോന്നാറുണ്ട്.